ഒരു കുട്ടി ഫ്രാൻസിന്റെ പതാക ദേഹത്തണിഞ്ഞുകൊണ്ട് നടന്നു വരുന്നു. അവൻ അവന്റെ കൂട്ടുകാരുമായി ഫ്രാൻസ് ഫുട്ബോളിൽ ജയിക്കുമെന്നും എംബാപ്പെ 2 ഗോൾ അടിക്കുമെന്നും ബെറ്റ് വെക്കുന്നു. അവർ എല്ലാവരും റെയിൽവേ ഗേറ്റ് ചാടി കടന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തി ട്രെയിൻ കയറി ഫുട്ബോൾ ടീമിനെ കാണാൻ തിരക്ക് കൂട്ടുന്നു. അവർ ആവേശത്തോടെ ടീം അംഗങ്ങൾക്ക് ജയ് വിളിക്കുന്നു. മത്സരം ഫ്രാൻസ് ജയിച്ചു. എല്ലാവരും ആഘോഷിക്കുന്നു. ലേ മിസറാബ് 2019 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ജേണറിലുള്ള ഫ്രഞ്ച് മൂവിയാണ് ലേ മിസറാബ്. മറ്റൊരാൾ ട്രെയിൻ കയറി അയാളെ കാത്തുനിന്ന കാറിൽ വന്ന് കയറുന്നു. കാറിൽ ഉണ്ടായിരുന്നവർ അയാളോട് കാര്യങ്ങൾ തിരക്കുന്നു. അവർ പോലീസ് ഉദ്യോഗസ്ഥരാണ്. വന്നയാൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ഉദ്യോഗസ്ഥനും. സീനിയർ പോലീസ് ഓഫീസർ ക്രിസ്റ്റി അയാളുടെ മുടിയിൽ എണ്ണയാണോ അതോ എഞ്ചിൻ ഓയിലാണോ പുരട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ച് കളിയാക്കുന്നു. അയാളെ ഗ്രീസർ എന്ന് വിളിക്കാമെന്ന് ക്രിസ്റ്റി പറയുന്നു. അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൂടെയുള്ള ഓഫീസർ ഗ്വാഡ അയാൾക്ക് സ്ഥലത്തെപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നു. ഫ്രാൻസിന്റെ ടൂറിസ്റ്റ് മാപ്പുകളിൽ ഒന്നും കാണാത്ത ഒരു സ്ഥലം. നമ്മളിപ്പോൾ ബോസ്കറ്റിലാണ് നിൽക്കുന്നത്. പണ്ട് നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ലായിരുന്നു. മയക്കുമരുന്നിന്റെ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ ഗ്യാങ് തലവന്മാരൊക്കെ ചത്തു. മറ്റേ സഹോദരന്മാരും പിടിയിലായി. അപ്പോൾ മുസ്ലിങ്ങളോ എന്ന് ഗ്രീസർ ചോദിക്കുന്നു. SCU എന്നത് സ്ട്രീറ്റ് ക്രൈം യൂണിറ്റ് ആണോ എന്ന് ഗ്രീസർ ചോദിക്കുമ്പോൾ അല്ല, സ്മാക്ക് കോമ്പാറ്റ് യൂണിറ്റ് ആണെന്ന് ക്രിസ് പറയുന്നു. വ്യഭിചാരമാണ് ഇവിടുത്തെ പുതിയ പ്രശ്നമെന്നും നൈജീരിയൻ കുടിയേറ്റക്കാരാണ് അത് നടത്തുന്നതെന്നും ഗോഡ പറയുന്നു. അവർ ഓഫീസിലേക്ക് എത്തുന്നു. മറ്റൊരു ടീമിലെ ഓഫീസേഴ്സിനെ പരിചയപ്പെടുന്നു. നീ കഴുതകളുടെ ഗ്യാങ്ങിലാണെന്നും നിനക്ക് എന്റെ കൂടെ നൈറ്റ് വിങ്ങിൽ ചേർന്നുകൂടായിരുന്നു എന്നും അയാൾ ചോദിക്കുന്നു. അവർ അവരുടെ ക്യാബിനിലേക്ക് പോകുന്നു. ക്രിസ്റ്റിന്റെ ടേബിളിൽ നിറയെ പന്തികളുടെ പാവകൾ. അയാളെ പിങ്ക് പിഗ് എന്നാണ് വിളിക്കുന്നതെന്ന് ഗോഡ പറയുന്നു. സീനിയർ ഓഫീസർ അവിടേക്ക് വരുന്നു. അവർ അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ പോകുന്നു. 3 പേരും കൂടി പെട്രോളിങ്ങിന് പോകാൻ ഇറങ്ങുന്നു. നേരത്തെ ഫുട്ബോൾ സെലിബ്രേഷന് പോയ പയ്യനെ അവിടെ കാണുന്നു. ഇസ. അവൻ സർക്കസ് സംഘത്തിൽ നിന്നും ഒരു കുട്ട നിറയെ കോഴികളെ കട്ടു. അവന്റെ അച്ഛനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇവനെ നന്നാക്കാൻ പറ്റില്ല. ഇനി ഇവന്റെ കാര്യത്തിന് എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. ഡ്രോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പയ്യനെ അവന്റെ അച്ഛൻ വഴക്കു പറഞ്ഞ് താഴത്തേക്ക് വിടുന്നു. അവൻ താഴേക്ക് ഇറങ്ങുന്നു. അവിടെ മറ്റു കുട്ടികളെ കാണുന്നു. അവിടേക്ക് കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ എത്തുന്നു. അവർ കുട്ടികളെ ഉപദേശിക്കുന്നു. അവിടെ നിന്നും ഇറങ്ങുന്ന പയ്യൻ ടെറസിൽ പോയി ഡ്രോൺ പറത്തി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. പെട്രോളിങ്ങിനിടെ ക്രിസ് അവിടെ കണ്ട ആളുകളെ ഗ്രീസറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ ഭീകരമായ ഭൂതകാലം പറയുന്നു. ഒരാൾ സിറിയയിൽ ആൾക്കാരുടെ തല വെട്ടിയവനാണ്. കയ്യിൽ എപ്പോഴും ഖുറാനും ഏക്കയും കാണുമെന്നും അവന് വലിയ നീളത്തിലുള്ള താടി ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. മറ്റൊരു ഭാര്യയെ ജനൽ വഴി താഴെയിട്ടവനാണെന്നും പറയുന്നു. കുറച്ചുപേരെ കാണിച്ചിട്ട് അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്നും പറയുന്നു. അവിടെ ഒരു സ്കൂൾ കാണിച്ചിട്ട് ഈ സ്കൂളിന്റെ പേർ വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ക്രിസ് ചോദിക്കുന്നു. അദ്ദേഹം ലേ മിസറാബ്സ് ഇവിടെ വച്ചല്ലേ എഴുതിയതെന്ന് ഗ്രീസർ തിരിച്ചു ചോദിക്കുന്നു. പെട്രോളിങ്ങിനിടെ വഴിയരികിൽ കുറച്ച് പെൺകുട്ടികളെ കണ്ട ക്രിസ് വണ്ടി അങ്ങോട്ടേക്ക് തിരിക്കാൻ ഗോഡയോട് പറയുന്നു. നമുക്ക് അവരെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയുന്നു. ക്രിസ് പുറത്തേക്ക് ഇറങ്ങുന്നു. ഗ്രീസറിനോട് തന്റെ ഒപ്പം വരാൻ പറയുന്നു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് പെൺകുട്ടികളോട് ചോദിക്കുന്നു. ബസ് കാത്തു നിൽക്കുകയാണെന്ന് അവർ മറുപടി പറയുന്നു. പെൺകുട്ടിയുടെ അടുത്ത് തറയിൽ കിടന്ന സിഗരറ്റ് എടുത്തിട്ട് ഇത് കഞ്ചാവാണോ എന്ന് ചോദിച്ച് അവളുടെ കൈ മണപ്പിക്കുന്നു. നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കുന്നു. 15 വയസ്സെന്ന് പെൺകുട്ടി പറയുന്നു. ഈ പ്രായത്തിലെ വലി തുടങ്ങിയോ എന്ന് അയാൾ ചോദിക്കുന്നു. നിന്നെ ഞാൻ പരിശോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇത് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. ദേഷ്യപ്പെട്ടു ക്രിസ് പെൺകുട്ടിയുടെ ഫോൺ പിടിച്ചു വാങ്ങി തറയിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. വലി നിർത്തിക്കോ എന്ന് ഭീഷണിപ്പെടുത്തി അവർ തിരിച്ചു പോകുന്നു. എന്താണ് ഇയാൾ കാണിക്കുന്നതെന്ന ഭാവത്തിൽ ഗ്രീസർ പോകുന്നു. ടെറസിന്റെ മുകളിൽ കയറി ഡ്രോൺ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന പയ്യന്റെ അടുത്തേക്ക് കുറച്ച് പെൺകുട്ടികൾ എത്തുന്നു. അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തത് ചോദ്യം ചെയ്യാനാണ് അവർ വന്നത്. അവർ ഫോൺ പിടിച്ചു വാങ്ങുന്നു. അതിൽ കണ്ട മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവരുടെ ബാസ്കറ്റ്ബോൾ ഗെയിം ഷൂട്ട് ചെയ്യാൻ അവനെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കുന്നു. പെട്രോളിങ്ങിനിടെ സാധനങ്ങളെല്ലാം ഹുക്കിൽ കുരുത്ത് ജനലിലേക്ക് കയറ്റുന്ന ആളുകളെ കാണുന്നു. അവർ മേയറുടെ ആളുകളാണെന്നും ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തപ്പോൾ മേയർ സാധനങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറ്റുമെന്നും ക്രിസ് പറയുന്നു. ജോജോ എന്നൊരാൾ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഭക്ഷണം വേണമെന്ന് ചോദിക്കുന്നു. അവർ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. മേയർ ഒരു ഊളയാണെന്ന് ക്രിസ് പറയുന്നു. എന്താ അങ്ങനെ പറയുന്നതെന്ന് ഗ്രീസർ ചോദിക്കുന്നു. നേരത്തെ കണ്ട മന്ദബുദ്ധി മേയറിന്റെ അനിയനാണെന്ന് ക്രിസ് പറയുന്നു. മേയർ കറുത്ത വർഗ്ഗക്കാരനാണോ എന്ന് ഗ്രീസർ ചോദിക്കുന്നു. അതെ, ഞങ്ങളുടെ ഒബാമയെന്ന് ക്രിസ് പറയുന്നു. മാർക്കറ്റിൽ എത്തുന്ന അവർ അവിടെയെല്ലാം പരിശോധന നടത്തുന്നു. അവിടെ മേയറും മറ്റൊരാളും അമർ എന്ന കച്ചവടക്കാരൻ അധികം സ്ഥലം കയ്യേറിയെന്നും എന്നാൽ അതിന്റെ പണം തരുന്നില്ലെന്നും പറയുന്നു. പറ്റുമെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് മേയർ പോലീസുകാരോട് പറയുന്നു. മേയർക്ക് പോലീസ് ഓഫീസേഴ്സിനെ പുച്ഛമാണ്. അവർക്ക് തിരിച്ചും. അവർ കച്ചവടക്കാരൻ അമറിന്റെ അടുത്തേക്ക് പോകുന്നു. അയാൾ മേയർ പറഞ്ഞതിനെ എതിർക്കുന്നു. ഇത്ര സ്ഥലത്തിന് അധിക തുക നൽകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു. നാട് കത്തിക്കും, ജോണിയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കാലിൽ തല്ലി പിടിക്കും, തല പൊട്ടിക്കും എന്നൊക്കെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു വാൻ റോഡിലൂടെ പോകുന്നു. കറുത്ത ജേഴ്സി ഇട്ട ഒരു നീഗ്രോ പയ്യനാണ് അത് ചെയ്തതെന്ന് അതിലൊരാൾ പറയുന്നു. പോലീസുകാർ അവരെ പിന്തുടരാൻ നോക്കുന്നു. അതിൽ ജിപ്സികളാണ്. ജിപ്സികൾ മേയറുടെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ എത്തി ബഹളം വെക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ജോണിയെ ഇവിടെയുള്ള ഒരു നീഗ്രോ പയ്യൻ കടത്തിക്കൊണ്ടുപോയി എന്ന് ജിപ്സി തലവൻ പറയുന്നു. അയാൾ സ്വന്തം മകനെ പോലെ വളർത്തിക്കൊണ്ടു വന്നതാണെന്നും പറയുന്നു. ഇവിടെ ആരും അത് ചെയ്തിട്ടില്ല എന്ന് മേയർ പറയുന്നു. അവിടേക്ക് പോലീസ് സംഘം എത്തുന്നു. ക്രിസ് ഫ്ലാഷ് ബോൾ കൊണ്ട് വെടിവെച്ചിട്ട് രംഗം ശാന്തമാക്കി അവരോട് സംസാരിക്കുന്നു. ജോണിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുന്നു. ജോണി തന്റെ സിംഹക്കുട്ടിയാണെന്ന്
ചെയ്യാമെന്ന് അയാൾ പറയുന്നു. പോലീസുകാർ ജോണിയെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് അവരെ ഒത്തുതീർപ്പാക്കി വിടുന്നു. അപ്പാർട്ട്മെന്റിലും ഓഫീസിലും ഒന്നും പരിശോധിക്കാൻ ക്രിസ് പറയുന്നു. ജിപ്സികൾ തിരിച്ചു വന്നാൽ എല്ലാവരെയും നെഞ്ചിൽ ഉണ്ട കയറ്റുമെന്നും ഇവിടെ മൊത്തത്തിൽ കത്തിച്ചു കളയുമെന്നും മേയർ പറയുന്നു. എന്നാലും അയാൾക്കതൊരു പ്രശ്നമല്ല, മക്കളെ നോക്കാനുള്ള പണം സർക്കാർ തരുമെന്നും പറയുന്നു. പോലീസുകാർ ജോണിയെ തിരക്കാനായി കാറുമായി പോകുന്നു. ക്രിസ് സോഷ്യൽ മീഡിയ തപ്പുന്നു. കിട്ടിയവൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമെന്ന് ക്രിസ് പറയുന്നു. കാർ ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ നിർത്തുന്നു. ഇത് നിനക്കുള്ള ആദ്യ മിഷനാണ്. റെസ്റ്റോറന്റിൽ പോയി എല്ലാവരെയും വിഷ് ചെയ്യുക, എന്നിട്ട് സാലയെ തിരക്കുക. സാലയ്ക്ക് എല്ലാം അറിയാമെന്നും പറയുന്നു. ഗ്രീസർ റെസ്റ്റോറന്റിനുള്ളിൽ ചെല്ലുന്നു. അവിടെ നേരത്തെ കുട്ടികളെ ഉപദേശിക്കാൻ വന്ന മതമൗലികവാദികൾ ഒക്കെ ഇരിക്കുന്നു. ഗ്രീസർ എല്ലാവരെയും വിഷ് ചെയ്ത ശേഷം സാല ആരാണെന്ന് ചോദിക്കുന്നു. സാല അവിടേക്ക് വരുന്നു. ഗ്രീസർ കാര്യം പറയുന്നു. തന്റെ സഹപ്രവർത്തകർ പുറത്ത് വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ അവിടെ കാണുന്നില്ല. സിംഹക്കുട്ടിയെ അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കാൻ സഹായിക്കണമെന്ന് പറയുന്നു. സിംഹം ഇസ്ലാമിക നിയമപ്രകാരം പ്രൗഢിയുള്ള മൃഗമാണെന്നും ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതിരൂപമാണെന്നും അതിനെ കൂട്ടിലിട്ട് വളർത്തേണ്ട എന്നും സല പറയുന്നു. അതിന് ഭക്ഷണം കൊടുക്കേണ്ട എന്ന് ഗ്രീസർ തിരിച്ചു ചോദിക്കുന്നു. അതിന് ഭക്ഷണം കണ്ടെത്താൻ അറിയാമെന്ന് സലയും. ഒടുവിൽ തർക്കം അവസാനിപ്പിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞ് ഗ്രീസർ ഇറങ്ങുന്നു. ഒരു കബാബ് എടുത്തു കൊടുത്തിട്ട് ഇത് എടുത്തോളൂ, പൈസയൊന്നും തരണ്ട എന്ന് സലയും പറയുന്നു. ക്രിസും ഗോഡയും കാറുമായി അങ്ങോട്ടേക്ക് എത്തുന്നു. ഗ്രീസർ കാറിൽ കയറുന്നു. അയാൾ ആരാണെന്ന് ഗ്രീസർ ചോദിക്കുന്നു. താടി വളർത്തിയ പഴയ ഗുണ്ടയായിരുന്നുവെന്നും ഗജപോക്കരിയായിരുന്നുവെന്നും ഇവിടുത്തെ ഗുണ്ടാ സംഘത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് അയാളായിരുന്നുവെന്നും കുറെ തവണ നമ്മൾ പൂട്ടിയിട്ടുണ്ടെന്നും ഗോഡ പറയുന്നു. ഇസ കുറച്ച് കുട്ടികളുമായി ഒരു ബോക്സിൽ എന്തോ സാധനവുമായി വരുന്നു. നിന്നെ വീട്ടിൽ കയറ്റരുതെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് ചേച്ചി പറയുന്നു. അമ്മ നിനക്കായി കുറെ വാദിച്ചുവെന്നും. ബോക്സിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ബോക്സ് തുറന്ന് കാണിക്കുന്നു. അതിൽ മോഷണം പോയ സിംഹക്കുട്ടി. ഇതിനെയും കൊണ്ട് വീട്ടിലോട്ട് വരണ്ട എന്ന് അവൾ പറയുന്നു. അവൻ അത് മൈൻഡ് ചെയ്യാതെ പോകുന്നു. കുട്ടികൾ മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് അതിനെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് അതിനെ സുരക്ഷിതമായി വെക്കുന്നു. മോഷ്ടിച്ച കോഴികളിൽ ഒന്നിനെ അവൻ അതിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. പോലീസുകാർ തിരച്ചിൽ തുടരുന്നു. ക്രിസ് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നു. നമുക്ക് 5Bയിൽ കൂടി തപ്പണമെന്ന് ക്രിസ് പറയുന്നു. കുറച്ച് പിള്ളേർ അവിടെ നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തുന്നു. കുട്ടികൾ പോലീസിനെ കണ്ടു ഓടുന്നു. പോലീസുകാർ കുട്ടികളെ ഓടി ചുറ്റുപിടിക്കുന്നു. സിംഹം എവിടെയാണെന്ന് ചോദിക്കുന്നു. സിംഹമോ എന്ന് കുട്ടികൾ തിരിച്ചു ചോദിക്കുന്നു. അതിൽ ഒരു കുട്ടിയെ ചെക്ക് ചെയ്യാൻ ഗ്രീസറിനോട് ക്രിസ് പറയുന്നു. അയാൾ അത് ചെയ്യുന്നു. കുട്ടി അപ്പോൾ അയാളെ എതിർത്തു സംസാരിക്കുന്നു. പോയി ചാകാൻ കുട്ടി പറയുന്നു. ഗ്രീസർ കുട്ടിയെ ബലപ്രയോഗത്തിലൂടെ തല്ലുന്നു. അത് കണ്ടുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നു. എന്തിനാ ഞങ്ങളുടെ കുട്ടികളെ തല്ലുന്നത് എന്ന് ചോദിക്കുന്നു. അവർ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയെന്നും സംശയം തോന്നിയപ്പോൾ പരിശോധിച്ചതാണെന്നും പോലീസുകാർ പറയുന്നു. അതിന് തല്ലുകയാണോ വേണ്ടതെന്ന് സ്ത്രീ ചോദിക്കുന്നു. ഗ്രീസർ അവരോട് സോറി പറയുന്നു. അവർ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു. നീ എന്താ കസ്റ്റമർ സർവീസിലാണോ ജോലി ചെയ്യുന്നതെന്ന് ക്രിസ് ചോദിക്കുന്നു. പോയി വല്ല രാജകൊട്ടാരത്തിലും വെപ്പുകാരനായി ജോലി ചെയ്യാൻ പറയുന്നു. ക്ഷമ ചോദിക്കരുത്, നമ്മൾ പറയുന്നതാണ് ശരിയെന്നും ക്രിസ് പറയുന്നു. അവർ പിന്നെയും വണ്ടിയിൽ കയറി പെട്രോളിംഗ് തുടരുന്നു. ക്രിസ് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നു. സ്ക്രോൾ ചെയ്യുന്നതിനിടെ ഇസ സിംഹക്കുട്ടിയുമായി നിൽക്കുന്ന ഫോട്ടോ ഫീഡിൽ വരുന്നു. കുട്ടിയെ കിട്ടിയെന്ന് അയാൾ പറയുന്നു. അവർ വണ്ടി നേരെ ഇസയുടെ വീട്ടിലേക്ക് തിരിക്കുന്നു. വീട്ടിലെത്തി അമ്മ വാതിൽ തുറക്കുമ്പോൾ ഇസ എവിടെയെന്ന് ക്രിസ് ചോദിക്കുന്നു. ഇവിടില്ല എന്നവർ മറുപടി പറയുന്നു. വീട് സെർച്ച് ചെയ്യണമെന്ന് ക്രിസ് പറയുന്നു. വാറന്റ് ഉണ്ടോ എന്ന് അമ്മ ചോദിക്കുന്നു. മുൻപ് ഇസ ചെയ്ത കുരുത്തക്കേടിന് വാറന്റുമായി വന്ന് 2 മണിക്കൂർ വീട് മുഴുവൻ തിരഞ്ഞത് ഓർമ്മയുണ്ടോ എന്നും ഇപ്പോൾ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അതുപോലെ വന്ന് ചെയ്യാൻ പറ്റുമെന്നും ഗോഡ പറയുന്നു. അവർ അതനുസരിക്കുന്നു. അകത്ത് കയറി തിരയുന്ന അയാൾക്ക് ഇസയെ അവിടെ കണ്ടെത്താനാകാതെ പുറത്തിറങ്ങുന്നു. വീണ്ടും ഇസയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അവർ ഇസയെ കണ്ടെത്തുന്നു. അവനെ പിടിച്ച് വിലങ്ങണിയിച്ച് കാറിൽ കയറ്റണമെന്ന് ക്രിസ് നിർദ്ദേശം കൊടുക്കുന്നു. പോലീസുകാരെ കണ്ട ഇസ ഓടാൻ തുടങ്ങുന്നു. ക്രിസ് അവനെ തള്ളിയിട്ട് കമിഴ്ത്തി കിടത്തി വിലങ്ങിടാൻ നോക്കുന്നു. മറ്റു കുട്ടികൾ അവനൊന്നും ചെയ്തിട്ടില്ല, അവനെ വെറുതെ വിടുമെന്ന് അലറിക്കൊണ്ട് പോലീസുകാരെ എതിർക്കുന്നു. ഗോഡ ടിയർ സ്പ്രേ കുട്ടികളുടെ നേരെ ചൂണ്ടി പേടിപ്പിക്കുന്നു. പെട്ടെന്ന് അത് ഗോഡയുടെ കണ്ണിലേക്ക് പതിക്കുന്നു. അയാൾ കാറിന്റെ അടുത്തേക്ക് പോകുന്നു. ഇസ അവിടെ നിന്നും ഓടുന്നു. ക്രിസും ഗ്രീസറും ഇസയെ പിന്തുടരുന്നു. റോഡിൽ കയറി ഇസയുടെ മുന്നിലേക്ക് ഗോഡ കാറുമായി എത്തുന്നു. അവർ അവനെ പിടികൂടി ക്രിസ് അവനെ വിലങ്ങണിയിക്കുന്നു. അക്രമകാരികളായ കുട്ടികൾ പോലീസുകാർക്ക് നേരെ കുപ്പിയും കല്ലും എറിയുന്നു. അതിനിടെ ഇസ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പെട്ടെന്ന് ഗോഡയുടെ കയ്യിലുള്ള ഫ്ലാഷ് ബോൾ തോക്കിൽ നിന്നും വെടിപൊട്ടുന്നു. ഇസ വെടികൊണ്ട് താഴെ വീഴുന്നു. അപ്പോൾ അതുവഴി ഒരു ഡ്രോൺ പോകുന്നത് ക്രിസ് ശ്രദ്ധിക്കുന്നു. ക്രിസ് അത് വെടിവെച്ചിടാൻ നോക്കുന്നു. പക്ഷെ അത് പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകുന്നു. ക്രിസ് ഉത്കണ്ഠയിലാകുന്നു. ആ ഡ്രോൺ കണ്ടെത്തണം, ഇല്ലെങ്കിൽ അതിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് പണിയാകുമെന്ന് അയാൾ പറയുന്നു. കുട്ടി വെടികൊണ്ട് കിടക്കുമ്പോഴാണോ ഇത് നോക്കുന്നതെന്ന് ഗ്രീസർ ക്രിസിനോട് ചോദിക്കുന്നു. ക്രിസ് ഇസയെ എടുത്ത് കാറിൽ കയറ്റുന്നു. മറ്റു കുട്ടികൾ മേയറുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഇസയെ പോലീസുകാർ കൊണ്ടുപോയി എന്നും ഇസ ഒന്നും ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നു. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണുമെന്ന് മേയർ പറയുന്നു. പോലീസുകാർ ഇസയെ ഫ്ലാഷ് ബോൾ കൊണ്ട് വെടിവെച്ചു എന്ന് കുട്ടികൾ പറയുന്നു. അതൊരു ഡ്രോൺ ഷൂട്ട് ചെയ്തുവെന്നും ഷൂട്ട് ചെയ്തയാളെ അറിയാമെന്നും കുട്ടികൾ പറയുന്നു. അത് കേട്ട മേയർ ഓഫീസിലേക്ക് പോയിക്കോളൂ എന്ന് കുട്ടികളോട് പറയുന്നു. ഇത് പോലീസുകാർക്ക് പണിയാൻ പറ്റിയ ഒരു അവസരമാണ് എന്ന് മേയർ സഹായിയോട് പറയുന്നു. ആ വീഡിയോ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടണം. പോലീസുകാർ കാർ ഓടിച്ച് മറ്റൊരു ഗുണ്ടയുടെ സ്ഥലത്തെത്തുന്നു. ക്രിസ് അവിടെ ചെന്ന് സ്റ്റിക്കി ഇല്ലേ എന്ന് ചോദിക്കുന്നു. അതേസമയം ഗ്രീസർ കാർ എടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി ഇസയ്ക്കുള്ള മരുന്ന് വാങ്ങുന്നു. അകത്തു നിന്നും അവിടേക്ക് വന്ന ഗ്രീസറിനോട് ക്രിസ്റ്റി കാര്യങ്ങൾ പറയുന്നു. ആ ഡ്രോൺ കിട്ടണമെന്നും അല്ലെങ്കിൽ അവർക്ക് പണിയാകുമെന്നും പറയുന്നു. അത് കണ്ടുപിടിക്കാമെന്ന് സ്റ്റിക്കി പറയുന്നു. സ്റ്റിക്കി ആരെയോ ഫോൺ വിളിക്കുന്നു. ബസ് എന്ന പയ്യന്റേതാണ് ഡ്രോൺ എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ക്രിസും ഗോഡയും പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ കാർ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കാറുമായി ഗ്രീസർ അങ്ങോട്ടേക്ക് വന്നു. ക്രിസ് അയാളോട് ചൂടാകുന്നു. ഇസയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതാണെന്ന് ഗ്രീസർ പറയുന്നു. ഡ്രോൺ ആരുടേതാണെന്ന് സൂചന കിട്ടിയെന്ന് ക്രിസ് പറയുന്നു. ഇസയെ സ്റ്റിഗിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ ബസ്സിനെ കണ്ടുപിടിക്കാൻ പോകാൻ തുടങ്ങുന്നു. ഇസ സ്റ്റിഗിയുടെ
സ്റ്റിഗിയുടെ അടുത്ത് സുരക്ഷിതനാണെന്ന് ക്രിസ് പറയുന്നു. മേയറും സഹായിയും ഡ്രോണിന്റെ ഉടമ ബസ്സിനെ തിരക്കി പോകുന്നു. അവൻ അവിടെ ഇല്ല. പോലീസുകാർ ബസ്സിനെ തേടി അവന്റെ അടുത്തെത്തി. ബസ് വീഡിയോ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പോലീസുകാരെ കണ്ട ബസ് ഓടാൻ തുടങ്ങുന്നു. ക്രിസ് അവനെ പിന്തുടരുന്നു. ഡ്രോൺ പരിശോധിക്കുന്ന ഗോഡ അതിൽ മെമ്മറി കാർഡ് ഇല്ല എന്ന് ക്രിസ്റ്റിനെ വയർലെസ്സിലൂടെ അറിയിക്കുന്നു. പെട്ടെന്ന് ബസ് അപ്രത്യക്ഷനാകുന്നു. ക്രിസ് ഗോഡയെ വിവരം അറിയിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് ബസ് സലയുടെ ഷോപ്പിലെത്തുന്നു. എന്നെ സംരക്ഷിക്കണം, പോലീസുകാർ എന്നെ പിന്തുടരുന്നുണ്ട്. അവർ ഇഷയെ ഫ്ലാഷ് ബോൾ കൊണ്ട് വെടിവെച്ചത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബസ് സലയോട് പറയുന്നു. അവിടെ പുറത്തു നിന്ന മേയറുടെ ജോലിക്കാരൻ മേയറുടെ സഹായിയെ ബസ് സലയുടെ ഷോപ്പിൽ എത്തിയെന്ന കാര്യം വിളിച്ചു പറയുന്നു. അവന്റെ അടുത്തേക്കാണോ പോയതെന്ന് പറഞ്ഞ് മേയർ ദേഷ്യപ്പെടുന്നു. അവർ സലയുടെ ഷോപ്പിലേക്ക് പോകുന്നു. പോലീസുകാർ തിരച്ചിലിനിടെ മേയർ സലയുടെ ഷോപ്പിലേക്ക് കയറി പോകുന്നത് കാണുന്നു. ബസ് അവിടെ ഉണ്ടെന്ന് ക്രിസ്റ്റിന് മനസ്സിലാവുന്നു. അയാൾ സ്റ്റിഗിയെ വിളിക്കുന്നു. മേയറും സഹായിയും ഷോപ്പിനുള്ളിൽ കയറി. സലയും ബസ്സും അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള സാധനം എനിക്ക് വേണം, SUവിന് പണി കൊടുക്കണം എന്ന് അയാൾ പറയുന്നു. അവിടേക്ക് പോലീസുകാരോടൊപ്പം സ്റ്റിഗി എത്തുന്നു. മെമ്മറി കാർഡ് പോലീസുകാർക്ക് കൊടുക്കണമെന്ന് സ്റ്റിഗി പറയുന്നു. സല അത് വിസമ്മതിക്കുന്നു. നീ നിന്റെ വിഷക്കച്ചവടത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്ന് സല സ്റ്റിഗിയോട് പറയുന്നു. നിനക്കിപ്പോൾ അത് വിഷമായോ? നീ ഇവിടുത്തെ പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് മൂലം എന്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് സ്റ്റിഗി പറയുന്നു. സല വഴങ്ങുന്നില്ലെന്ന് കണ്ട ക്രിസ് സലയുടെ അടുത്തേക്ക് ചെന്ന് ചൂടാകുന്നു. ഒറ്റ ഫോൺ കോളിൽ നിന്നെ രാജ്യദ്രോഹിയാക്കി തീർക്കാൻ എനിക്ക് പറ്റും. നിന്റെ ബിസിനസ് തകർക്കും, നിന്റെ പള്ളിയും തകർക്കും, അവിടെയുള്ള മണ്ടന്മാരെയും പിന്നെ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലൂടെ നിന്നെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുമെന്നും ക്രിസ് സലയോട് പറയുന്നു. സല തന്റെ കൈകൾ രണ്ടും വിലങ്ങണിയിക്കാൻ മുന്നിലേക്ക് നീട്ടുന്നു. ഭീഷണി നടന്നില്ലെന്ന് കണ്ട ക്രിസ് ദേഷ്യത്തോടെ ബസിന്റെ അടുത്തേക്ക് തിരിയുന്നു. ബസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഗോഡയും ഗ്രീസറും ക്രിസ്റ്റിനെ പിടിച്ചു മാറ്റുന്നു. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എന്ന് ക്രിസ് ആക്രോശിക്കുന്നു. സാലയും അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് ഗ്രീസർ ഇടപെട്ട് സാലയോട് സംസാരിച്ചു തീർക്കാമെന്ന് പറയുന്നു. തന്റെ കൂടെ വരാൻ പറഞ്ഞു സാല ഗ്രീസറിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. കയ്യബദ്ധം പറ്റിയതാണെന്നും മനഃപൂർവ്വം പറ്റിയതല്ലെന്നും ഗ്രീസർ സലയോട് പറയുന്നു. നിങ്ങൾക്ക് ഇന്ന് കയ്യബദ്ധം പറ്റുകയാണല്ലോ എന്ന് സല പറയുന്നു. ആ വീഡിയോ പുറത്തു പോയാൽ കലാപം ഉണ്ടാകുമെന്ന് ഗ്രീസർ പറയുന്നു. കലാപമാണ് കണ്ണു തുറപ്പിക്കാൻ പറ്റിയ മാർഗമെന്ന് സല പറയുന്നു. 2005 കലാപത്തിൽ നിന്ന് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ഗ്രീസർ ചോദിക്കുന്നു. കലാപകാരികൾ ബസ് സ്റ്റോപ്പ് കത്തിക്കും, വണ്ടികൾ കത്തിക്കും, ഒടുവിൽ ഇരിക്കാൻ ഒരു ബെഞ്ച് പോലും ഇല്ലാതാകും. അങ്ങനെ വേണോ എന്ന് ഗ്രീസർ ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രശ്നം ഒത്തുതീർപ്പാക്കി മെമ്മറി കാർഡ് സല ഗ്രീസറിന് കൈമാറുന്നു. പോലീസുകാർ തിരികെ പോകുമ്പോൾ സിംഹക്കുട്ടിയെ പാർക്കിനടുത്ത് കണ്ടതായി വയർലെസ് മെസ്സേജ് വരുന്നു. സർക്കസ് സംഘത്തിലെ സോറോ സിംഹത്തിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ സിംഹക്കുട്ടിയെയും ഇസയെയും കൂട്ടി സർക്കസ് കൂടാരത്തിലെ ജിപ്സികളുടെ അടുത്തേക്ക് പോകുന്നു. ഇവനാണ് കട്ടതെന്നും മാപ്പ് പറയിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്നും ക്രിസ് പറയുന്നു. സോറോ സിംഹക്കുട്ടിയെ വാങ്ങി കൂട്ടിൽ അടയ്ക്കുന്നു. സോറോ ഇസയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനെ ഉപദേശിക്കുന്നു. സോറോ ഇസയെയും കൊണ്ട് കൂട്ടിനുള്ളിലേക്ക് കടക്കുന്നു. പോലീസുകാർ എതിർക്കാൻ ശ്രമിക്കുന്നു. കൂട്ടിനുള്ളിലെ സിംഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പേടിപ്പിക്കുന്നു. ഗ്രീസർ തോക്ക് ചൂണ്ടി സോറോയോട് പറയുന്നു കുട്ടിയെ പുറത്ത് വിട്ടില്ലെങ്കിൽ വെടിവെക്കുമെന്ന്. ഇസ പേടിച്ച് കരഞ്ഞുകൊണ്ട് മൂത്രമൊഴിക്കുന്നു. സോറോ ഇസയെ കൂട്ടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു തമാശയായിരുന്നു എന്ന് സോറോ പറയുന്നു. ഇതാണോ തമാശ എന്ന് ഗ്രീസർ ചോദിക്കുന്നു. SUC ടീം ഇസയെ തിരിച്ചു കൊണ്ടുപോയി ഇറക്കി വിടുന്നു. മുഖത്ത് മുറിവിനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ മറിഞ്ഞു വീണുണ്ടായതാണെന്ന് പറയണമെന്ന് ക്രിസ് ഇസയോട് പറയുന്നു. ഇസയെ ഭീഷണിപ്പെടുത്തി അത് പറയിപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ട് അവൻ അത് ഏറ്റു പറയുന്നു. ഗ്രീസർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്രിസ്റ്റിനോട് നിർത്താൻ പറയുന്നു. ഇസ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. മെമ്മറി കാർഡ് തരാൻ ക്രിസ് ഗ്രീസറിനോട് പറയുന്നു. ഇല്ല, അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും ഞാൻ ആരെയും കാണിക്കില്ല എന്നും ഗ്രീസർ പറയുന്നു. നീ എന്റെ കീഴുദ്യോഗസ്ഥനാണ് എന്ന് ക്രിസ് പറയുന്നു. മെമ്മറി കാർഡ് ഗ്രീസറിന്റെ കയ്യിൽ ഇരിക്കുന്നത് തനിക്ക് കുഴപ്പമില്ല എന്ന് ഗോഡ പറയുന്നു. ഇവന്റെ പ്രൊഫൈൽ ഞാൻ വായിച്ചതാണ്. ഇവൻ ഇന്റേണൽ അഫയേഴ്സിൽ നമ്മളെ കൊടുക്കാനാണെന്നും ക്രിസ് പറയുന്നു. നീ അങ്ങനെ ചെയ്താൽ മൊത്തം ഫോഴ്സും നിനക്കെതിരെയാകുമെന്നും ക്രിസ് പറയുന്നു. ഗ്രീസർ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി അയാൾ മകനെ ഫോൺ ചെയ്യുന്നു. വീട്ടിലെത്തി ഗോഡ അമ്മയുടെ അടുത്ത് പോയി കരയുന്നു. എന്താ പറ്റിയതെന്ന് അമ്മ ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. വീട്ടിലെത്തിയ ക്രിസ് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന കുട്ടികളെ കിടന്നുറങ്ങാൻ പറഞ്ഞ് വഴക്ക് പറയുന്നു. ബാറിലേക്ക് ഗോഡയെ ഗ്രീസർ വിളിക്കുന്നു. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഫ്ലാഷ് ബോൾ ട്രിഗർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ സലയോട് അങ്ങനെയല്ല പറഞ്ഞതെന്ന് ഗ്രീസർ ഗോഡയോട് പറയുന്നു. കുട്ടികൾ നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ ആകെ പട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. കയ്യിൽ നിന്ന് പോയി എന്ന് ഗോഡ പറയുന്നു. അവർ കുട്ടികളല്ലേ എന്ന് ഗ്രീസർ പറയുന്നു. ക്ലോസ് റേഞ്ചിലാണ് വെടിവെച്ചത്. അവൻ മരിച്ചു പോവുക വരെ ചെയ്യുമായിരുന്നു. നീ ഇസയോട് സോറി പറഞ്ഞു എന്ന് ഗ്രീസർ ചോദിക്കുന്നു. ഇവിടെ ഇങ്ങനെ പെരുമാറിയാലേ ബഹുമാനം കിട്ടുകയുള്ളൂ എന്ന് ഗോഡ പറയുന്നു. ഇത് ബഹുമാനമല്ല, ഇവിടുത്തുകാർക്ക് നിങ്ങളെ പേടിയാണെന്ന് ഗ്രീസർ പറയുന്നു. ഞാൻ ഈ തെരുവിൽ ജനിച്ചു വളർന്ന ആളാണ്. 10 വർഷമായി ഫോഴ്സിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെയാണെന്ന് ഗോഡ പറയുന്നു. ഗ്രീസർ അയാൾക്ക് മെമ്മറി കാർഡ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം കുട്ടികളെല്ലാവരും വാട്ടർ ഗൺ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് വന്ന പോലീസ് കാർ കുട്ടികളുടെ അടുത്ത് നിർത്തുന്നു. ക്രിസ് കുട്ടികളോട് കുശലം പറയുന്നു. പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. കുട്ടികൾ വാട്ടർ ഗൺ അവരുടെ നേരെ പ്രയോഗിക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന അവരുടെ കാറിന് മുന്നിലേക്ക് കുറെ പേർ ബൈക്ക് സ്റ്റണ്ട് കാണിച്ച് അവരെ നോക്കി പോകുന്നു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറെ കുട്ടികൾ അവരെ പിന്തുടരുന്നതായി ഗ്രീസർ പറയുന്നു. ഇസയും കൂട്ടുകാരും ടെറസിൽ നിന്ന് പോലീസ് വണ്ടി വരുന്നത് കാണുന്നു. അവരെല്ലാവരും താഴേക്ക് ഓടുന്നു. കാർ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് കുട്ടികൾ കാറിന് മുന്നിലേക്ക് വന്ന് കാർ തടയുന്നു. ഇസയും കൂട്ടുകാരുമാണത്. ഇസ ഫയർ ക്രാക്കർ കാറിന് നേരെ കത്തിച്ചു വിടുന്നു. എന്നിട്ട് കെട്ടിടത്തിനുള്ളിലേക്ക് ഓടുന്നു. പോലീസുകാർ അവരെ പിന്തുടരുന്നു. ബാക്കപ്പ് വിളിക്കണോ എന്ന് ഗ്രീസർ ചോദിക്കുന്നു. 3 മൂട്ടകൾക്ക് നമ്മൾ മതിയെന്ന് പറഞ്ഞ് ക്രിസ് മുകളിലേക്ക് പോകുന്നു. ബാക്കപ്പ് വിളിക്കാൻ ഗോഡ ഗ്രീസറിനോട് പറയുന്നു. കുട്ടികളെല്ലാം പോലീസിനെ വളഞ്ഞ് ആക്രമിക്കുന്നു. മേയറിന്റെ ഓഫീസിലും അവർ ഫയർ ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നു. പുറത്തിറങ്ങിയ മേയർ കെട്ടിടത്തിലേക്ക് കയറുന്നു. എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ച് ചൂടാകുന്നു. ഇസ അവിടേക്ക് വന്നിട്ട് അയാളെ അടിക്കുന്നു. മറ്റു കുട്ടികളും അയാളെ കൂട്ടത്തോടെ അടിക്കുന്നു. ക്രിസ് വിളിച്ചിട്ട് സ്റ്റിഗി അങ്ങോട്ടേക്ക് എത്തുന്നു. കുട്ടികൾ അയാളുടെ കാർ തല്ലിപ്പൊളിക്കുന്നു. ട്രാക്കർ കാറിന് നേരെ പ്രയോഗിക്കുന്നു. പോലീസുകാരെ കുട്ടികൾ അടിച്ച
അവശരാക്കുന്നു. ഗ്രീസർ ഒരു ഡോറിൽ തട്ടി സഹായത്തിന് അപേക്ഷിക്കുന്നു. അതിനുള്ളിൽ ബസ്സാണ്. അവൻ വാതിൽ തുറക്കാൻ നേരം അങ്ങോട്ടേക്ക് പെട്രോൾ ബോംബുമായി ഇസ വരുന്നു. ഗ്രീസർ അത് താഴെ ഇടാൻ തോക്ക് ചൂണ്ടി ഇസയോട് പറയുന്നു. ഇത് കണ്ട ബസ് ഡോർ ലോക്ക് ചെയ്യുന്നു. ഗ്രീസർ ഇസയുടെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു. പെട്രോൾ ബോംബുമായി പോലീസുകാർക്ക് നേരെ ഇസയും. There are no such things as bad plants or bad men. There are only bad cultivators. വിക്ടർ ഹ്യൂഗോ. Les Miserables. 2018 ഫിഫ ലോകകപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മോൺഫെർമേൽ എന്ന കമ്മ്യൂണിലാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. 2008 ഒക്ടോബർ 14 അവിടെ നടന്ന യഥാർത്ഥ പോലീസ് അതിക്രമ സംഭവമാണ് സിനിമയുടെ പ്രചോദനമായത്. ആ സംഭവം ലീ നേരിട്ട് കണ്ടതും ചിത്രീകരിച്ചതുമാണ്. ഒരു കൗമാരക്കാരനിൽ നിന്നുള്ള സിംഹക്കുട്ടിയുടെ മോഷണം ക്രമേണ വലിയ സാമൂഹിക പ്രതിസന്ധിയിലേക്ക് വളരുകയും അതിനിടെ കമ്മ്യൂണിലെ പല കഥാപാത്രങ്ങളുടെയും ജീവിതങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതുമാണ് കഥ. സിനിമയുടെ പേര് വിക്ടർ ഹ്യൂഗോ 1862 രചിച്ച ലേ മിസറാബ് എന്ന പ്രശസ്ത നോവലിൽ നിന്നാണ് എടുത്തത്. ആ നോവലും ഭാഗികമായി മോൺഫെർമേലിലാണ് നടക്കുന്നത്. ദരിദ്രരായ പൗരന്മാർ, പ്രത്യേകിച്ച് ഉപസഹാറൻ ആഫ്രിക്കൻ, മഖ്രിബി വംശജനായ കൗമാരക്കാർ എന്നിവർക്കെതിരെയുള്ള അതിക്രമമാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മോൺഫെർമേലിലെ ദരിദ്രരുടെ വിധി തലമുറകളായി തുടരുന്നതാണെന്ന ആശയമാണ് ഇതിലൂടെ ഊന്നിയുറപ്പിക്കുന്നത്. 2019 മെയ് 15 കാൻസ് ചലച്ചിത്രോത്സവത്തിലാണ് സിനിമയുടെ വേൾഡ് പ്രീമിയർ നടന്നത്. കാൻസിൽ ചിത്രം ജൂറി പുരസ്കാരം നേടി. 2019 നവംബർ 20 ഫ്രാൻസിൽ റിലീസ് ചെയ്ത ഈ ചിത്രം വലിയ വിമർശക പ്രശംസ നേടി. സെസാർ അവാർഡ്സിൽ 12 നാമനിർദ്ദേശങ്ങൾ ലഭിച്ച സിനിമ മികച്ച സിനിമയ്ക്ക് ഉൾപ്പെടെയുള്ള 4 പുരസ്കാരങ്ങൾ നേടി. 92ാമത് അക്കാദമി അവാർഡ്സിൽ മികച്ച അന്താരാഷ്ട്ര സിനിമയ്ക്കുള്ള ഫ്രഞ്ച് എൻട്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ചിത്രം ഓസ്കാർ നാമനിർദ്ദേശവും നേടി. ലാഡ്ജ് ലീ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ലാഡ്ജ് ലീ, ജോർദാനോ ജെഡർലിനി, അലക്സിസ് മനെൻഡി എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഡാമിയൻ ബെർണാഡ് ഗ്രീസർ അഥവാ സ്റ്റെഫാൻ റൂയിസായും, അലക്സിസ് മനെൻഡി ക്രിസ് ആയും, ജിബ്രിൽ സോങ്ക ഗോഡ ആയും, ഇസ പെരിക്ക ഇസ ആയും, അൽ ഹസൻലി ബസ് ആയും, സ്റ്റീവ് തിയൻഷു മേയറായും, എൽമാമെ കുനൂട്ട സല ആയും, റെയ്മൺ ലോപ്പസ് സോറോ ആയും അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ വിവരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം.